ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പറ്റുന്ന ഒരു തക്കാളി ദോശയും അതേപോലെ തന്നെ പൊട്ടുകടലയൊക്കെ ചേർത്ത് ഒരു ചമ്മന്തി കൂടെ ഉണ്ടാക്കിയാലോ. അടിപൊളി കോമ്പിനേഷനായത് കേട്ടോ. നമുക്കതപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമേ. അതിന് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 8 കഷ്ണത്തോളം ചെറിയ ഉള്ളി എടുത്തിട്ടിട്ട് ഇനി 2 വലിയ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് സോക്ക് ചെയ്തതാണ്, വെള്ളത്തിലിട്ട് ചെറു ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്തിട്ട് ഒരു 3 കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയ സ്പൂൺ ജീരകവും, നല്ല ജീരകമാണ് ചേർത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ചെറിയ ജീരകം, അതും കൂടെ ചേർത്തിട്ട് ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത് കേട്ടോ. അതും കൂടെ ചേർത്ത് ആദ്യം ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. കണ്ടല്ലോ, അതിന് കളറ് തന്നെ വന്ന കണ്ടോ. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ ഈ ദോശയ്ക്ക് ഇത്ര കളർ വരത്തുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് തന്നെ ഒരു 3/4 കപ്പ് അളവിലുള്ള റവയും ഒരു 1/4 കപ്പ് അളവിലുള്ള നേരിയ അരിപ്പൊടി, നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുത്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ജാറിലേക്ക് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഈ മിക്സിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കൊരു തവി കൊണ്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ വെക്കണം കേട്ടോ. അരമണിക്കൂർ വെച്ചെങ്കിലേ ഇത് നന്നായിട്ട് കുതിരത്തുള്ളൂ, അതായത് ആ റവ. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇതേപോലെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ആ കപ്പിനൊരു 3/4 കപ്പ് അളവിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തേങ്ങയുടെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇനി അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ പൊട്ടുകടലയാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 3 കഷ്ണം ചെറിയ ഉള്ളിയും ഒരു 3 കഷ്ണത്തോളം ഇഞ്ചിയും 2 പച്ചമുളകും 1 ടേബിൾ സ്പൂൺ അതായത് കുറച്ച് പുളിയുള്ള തൈരും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ചെറു ചൂടുവെള്ളം അതിനകത്ത് ഒഴിച്ചിട്ട്, അതായത് അധികം വേണ്ട, കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് ആദ്യം അതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടല്ലോ, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടെ ചൂടുവെള്ളം ചേർത്ത് ഒരു ബൗളിലേക്ക് അത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് കടുവറുത്തെടുക്കണം. അതിന് ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലാണ് ഇത് എപ്പോഴും നല്ലത് നമ്മൾ കടുവറുത്തെടുക്കുന്നത് കേട്ടോ. അതിലേക്ക് ഒരു 2 ചെറിയ ഉള്ളി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ആദ്യം അതൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് വറ്റൽമുളകും ഇനി ഒരു 3/4 സ്പൂൺ നമ്മൾ കടുകും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ആ ഉള്ളി ആദ്യം ചേർക്കുമ്പം തീ വളരെ കുറച്ച് വെച്ച് വേണം, ഉള്ളി കരിഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് അതെല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോഴേക്കും, അതായത് ഒന്ന് ഇതുപോലെ നമ്മളൊന്ന് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ മൂത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ഒരു പിഞ്ച് അളവിലുള്ള നമ്മുടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ചമ്മന്തിയിലേക്ക് ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഒരു നല്ല കളറും ഒക്കെ വന്നിട്ടുണ്ട് ആ ചില്ലി പൗഡർ ചേർത്തപ്പം. അങ്ങനെ നല്ല കുറുകുറാന്നുള്ള നമ്മുടെ നല്ല കട്ടി ചമ്മന്തി റെഡി ആയിട്ടുണ്ട്, പൊട്ടുകടല ചമ്മന്തി. ഇനി നമുക്ക് നമ്മുടെ മിക്സിൽ നിന്ന് നോക്കാം. തക്കാളി മിക്സ് ഒന്ന് ടൈറ്റായിരുന്നു, ഞാൻ അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ലൂസാക്കിയിട്ടുണ്ട്. ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് ഇതേപോലെ മാവ് ഒഴിച്ച് കൊടുത്ത് നമുക്ക് ദോശ ഉണ്ടാക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ ഇച്ചിരി നെയ്യോ എണ്ണയൊക്കെ ചേർത്ത് നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം ദോശയും റെഡിയായി, നമ്മുടെ ചട്നിയും റെഡിയായി. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം.